ഈശംഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഒക്ടോബർ മാസം 28 വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ തിരുനാൾ ദിവസം. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസ്, അദ്ദേഹം തന്നെയാണ് ബൈബിളിലെ സെക്കൻഡ് ലാസ്റ്റ് പുസ്തകം അഥവാ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുമ്പുള്ള പുസ്തകമായ യൂദായുടെ ലേഖനം എഴുതിയതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ നമ്മളോട് പല കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അധികം കാര്യങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നില്ല. ഒരു വാക്യം നമ്മളിങ്ങനെ കാണുന്നത് അദ്ദേഹം ഈശോയോട് ചോദിച്ചൊരു ചോദ്യമാണ്. അങ്ങ് ഞങ്ങൾക്ക് അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു, പക്ഷേ ലോകത്തിന് എന്തുകൊണ്ട് അങ്ങ് വെളിപ്പെടുത്തുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ തനിക്കിഷ്ടമുള്ളവർക്ക്, അതായത് താൻ സ്നേഹിക്കുന്നവർക്കായിട്ട് തന്നെ വെളിപ്പെടുത്തുമെന്ന് ഈശോ പറയുന്നതിനോട് ചേർന്നാണ് ആ വാക്യം നമ്മൾ കാണുന്നത്. എന്നിട്ട് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് നമ്മൾ യൂദാ തദേവൂസിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ഈശോയുടെ ബന്ധുവും ഈശോയോട് അതിയായ സ്നേഹമുണ്ടായിരുന്ന വ്യക്തിയും പരിശുദ്ധാത്മ ചൈതന്യത്തിൻ്റെ നിറവ് സൂചിപ്പിക്കും വണ്ണം കലാകാരന്മാർ ശിരസിൽ തീനാളം സൂചിപ്പിക്കുന്ന ഏക അപ്പോസ്തലനും, നെഞ്ചോട് ചേർത്ത് ക്രിസ്തു സ്നേഹത്തിൻ്റെ അടയാളമായി ക്രിസ്തുവിൻ്റെ ചിത്രമാലേഖനം ചെയ്തൊരു ലോക്കറ്റ് സൂക്ഷിക്കുന്നൊരു വിശുദ്ധനും, രൂപസാദൃശ്യം ഈശോയോട് വളരെ രൂപസാദൃശ്യമുള്ളൊരു അപ്പോസ്തലനും ഒക്കെ ആയിട്ട് നമ്മൾ യൂദാ തദേവൂസിനെ കാണുന്നുണ്ട്. ഇതെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞതാണ്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യൂദാ അപ്പോസ്തലൻ്റെ ലേഖനത്തിനകത്ത് പറയുന്ന വാക്യങ്ങൾ, ചില കാര്യങ്ങൾ. വെറും 25 വാക്യങ്ങൾ മാത്രമുള്ള ഒറ്റ അധ്യായം, 25 വാക്യങ്ങൾ മാത്രമുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്ന ചില കാര്യങ്ങൾ, അത് അസാധ്യ കാര്യങ്ങൾ സാധ്യമാകാനായിട്ട് അത് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അസാധ്യ കാര്യങ്ങൾ സാധ്യമാകാൻ വേണ്ടി യൂദാ തദേവൂസിന് മാധ്യസ്ഥം വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യൂദായുടെ ഈ ലേഖനം വായിക്കണം. കാരണം യൂദാ അപ്പോസ്തലൻ, യൂദാ തദേവൂസ് നമ്മളോട് ഈ ലേഖനത്തിലൂടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ അനുസരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഈ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല. കാരണം യൂദാ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുതയായിട്ടാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ യൂദായുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധമായ ജീവിതം നയിക്കാൻ, ഈ ശുദ്ധതയോടുകൂടി ജീവിക്കുക, അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുക, നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അത് ഏറ്റവും കാർക്കശ്യത്തോടു കൂടി, ഏറ്റവും താല്പര്യത്തോടുകൂടി നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് മിഖായേൽ ദൈവദൂതനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ മറ്റ് വെളിപാട്, മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ മിഖായേൽ ദൂതനെ കുറിച്ച് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. മോശയുടെ മരണശേഷം മോശയുടെ ശരീരത്തെ ചൊല്ലി മിഖായേൽ ദൂതൻ പിശാചുമായിട്ട് ഒരു തർക്കത്തിലേർപ്പെടുന്നുണ്ട്. എന്നിട്ട് ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിയാതെ നിൽക്കുന്ന മിഖായേൽ ദൂതനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറയുന്നുണ്ട് മിഖായേൽ ദൈവദൂതൻ. എന്തിനാണ് ശാസിക്കേണ്ടത്? ഒരു 3 തരം തിന്മയെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. ഈ 3 തരം തിന്മയിൽ യാതൊരു കാരണവശാലും പെടാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കും വേണമാണ് അത് അവതരിപ്പിക്കുന്നത്. അത് യൂദായുടെ ലേഖനത്തിലെ 11ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആ വാക്യം ഇങ്ങനെയാണ്: അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കായൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നവരും ലാഭേശ് കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നവരാണ്. ഈ കായൻ, ബാലാം, കോറ, ഈ 3 വ്യക്തികളെ നമുക്ക് പരിചയമുണ്ട്. ഇവരുടെ 3 തിന്മകളിലേക്ക് പെടാതിരിക്കുക എന്നാണ് ഓർപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കായനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 22 തൊട്ടുള്ള ഭാഗത്ത് നമ്മൾ ബാലാമിനെ കുറിച്ച് കാണുന്നു. സംഖ്യയുടെ പുസ്തകം 16 തൊട്ടുള്ള 16-ാം അധ്യായം തൊട്ട് നമ്മൾ കോറയെക്കുറിച്ച് കാണുന്നുണ്ട്. എന്താണ് ഈ കായൻ്റെ തിന്മ എന്ന് പറയപ്പെടുന്നത്? നമുക്കറിയാം, കായൻ ആബേലിനോട് അസൂയയോടുകൂടി ആയിരിക്കുകയും ആബേലിനോടുള്ള അസൂയ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടൊരു പ്രതികാരം, ഒരു ദുഷ്ടത കായന് ആബേലിനെതിരായിട്ട് മനസ്സിൽ നിരൂപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം കായനോട് ഇടപെട്ട് പറയുന്നത്. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? 4-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായത് പ്രവർത്തിച്ചില്ലെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത്. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവും. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ
പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. വളരെ സുന്ദരമായൊരു വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം ദൈവം കായനോട് നൽകുന്ന വലിയൊരു നിർദ്ദേശം. ഇത് പാലിക്കാത്തത് കൊണ്ടാണ് കായൻ്റെ തിന്മ ഉണ്ടാകുന്നത്, കായൻ്റെ തെറ്റിൽ വീഴുകയും എന്ന് പറയുമ്പോൾ കായൻ്റെ തിന്മ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്: ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. ദൈവത്തിന് യോജിച്ച കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിന് നീയും സ്വീകാര്യനാകും, ആബേലിനെ പോലെ തന്നെ. എന്നാൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ, നല്ലത് ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പാപം നിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട് എന്നോർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. ഇത് കായൻ അനുസരിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. നമുക്ക് തുടർന്നുള്ള സംഭവം നമുക്കറിയാം. അവിടെ കൊണ്ടുപോയിട്ട് ആബേലിനെ കൊന്നു കളയുന്ന സംഭവം നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതൊരു വലിയ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശം കേട്ട് ഉചിതമായത് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ആ തിന്മയിൽ പെട്ടുപോകുന്നത്. അപ്പോൾ അസൂയ കൊണ്ട് ഉചിതമായത് പ്രവർത്തിക്കാതെ സ്വാർത്ഥപരമായ രീതിയിൽ ഇടപെട്ട് കായൻ നശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആരാണ് ഇവിടെ ബാലാം എന്ന് പറയപ്പെടുന്നത്? ബാലാമിൻ്റെ തെറ്റിൽ വീഴരുത് എന്ന് പറയുന്നുണ്ട്. ബാലാമിൻ്റെ തെറ്റെന്താണ്? ബാലാം നമ്മൾ ചുരുക്കി ചിന്തിക്കാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകം 21-22 തൊട്ടുള്ള വാക്യങ്ങളിലാണ് അധ്യായത്തിലാണ് നമ്മൾ ബാലാമിനെ കാണുന്നത്. അതായത് ബാലാം ഒരു പ്രവാചകനാണ്. ബാലാമിനോട് ഇസ്രായേലിൻ്റെ ഒരു പ്രവാചകനായിട്ട് നിലനിൽക്കുകയും ബാലാം പ്രവചിക്കാനായിട്ട് അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ ബാലാമിനെ കൊണ്ട് തെറ്റായത് പ്രവചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ബാലാമിനെ കൊണ്ടുവന്നിട്ട് ഈ ബാലാക്ക് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ, ബാലാമിനെ കൊണ്ട് തൻ്റെ ശത്രുക്കളെ ശപിക്കാനും അവർക്കെതിരെ സംസാരിക്കാനുമായിട്ടൊക്കെ ബാലാമിൻ്റെ ശക്തി, ദൈവികമായ ശക്തി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ബാലാം, നിന്നെ പ്രവചിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് നീ പ്രവചിക്കാൻ പാടുള്ളൂ. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് നിനക്ക് പണം കിട്ടും. ബാലാം അങ്ങനെ പോയി പ്രവചിച്ച് അല്ലെങ്കിൽ അവിടെ പോയി ശപിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പണം കിട്ടും. അപ്പോൾ ഈ പണത്തിൻ്റെ പിന്നാലെ നീ പോകരുത്. ദൈവികമായ കാര്യങ്ങൾ പണത്തിന് പകരം വയ്ക്കാൻ പാടില്ല. ഇതാണ് ദൈവം നൽകുന്ന നിർദ്ദേശം. അങ്ങനെ നമ്മൾ ആ ബാലാമിൻ്റെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ബാലാം, എന്നിട്ട് ദൈവം പറഞ്ഞിട്ടും ബാലാം അതിൻ്റെ പിന്നാലെ പോകുന്നു. വഴിക്ക് വെച്ച് ബാലാമിൻ്റെ കഴുത സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബാലാമിൻ്റെ കഴുത നീങ്ങുന്നില്ല. 3 പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ കഴുത തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നു. ബാലാം, നീ എന്തിന് എന്നെ അടിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു കഴുത. അവസാനം എന്നിട്ട് ദൈവം ബാലാമിൻ്റെ കണ്ണ് തുറന്നു കൊടുക്കുകയാണ്. അതായത് എന്തുകൊണ്ട് ഈ കഴുത നീങ്ങില്ല? ഊരിപ്പിടിച്ചൊരു വാളുമായിട്ട് ദൈവദൂതൻ കഴുതയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ കഴുതയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റായിരുന്നത്. എന്നിട്ട് ദൈവം വീണ്ടും നിർദ്ദേശം കൊടുക്കുക: നീ പോയിക്കോ, ആ ബാലാക്ക് വിളിക്കുന്നിടത്തേക്ക് നീ പോയിക്കോ. പക്ഷെ അവിടെ ചെന്നിട്ട് എന്താ പറയേണ്ടത് ഞാൻ പറയും. ഞാൻ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ വെച്ച് തരും, അത് മാത്രമേ നീ പറയാവുള്ളൂ. എന്നിട്ട് ബാലാം അത് അനുസരിക്കുന്നുണ്ട്. പക്ഷേ ബാലാം അതനുസരിച്ച് വളരെ ഭംഗിയായിട്ട് പ്രവചനം നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ബാലാം അങ്ങനെ നശിച്ചു പോകുന്നില്ലെങ്കിൽ പോലും ബാലാമിൻ്റെ തിന്മ വളരെ സൂചന നൽകുന്നൊരു തിന്മയാണ്. നമ്മൾ ഒരുപക്ഷെ സ്വാർത്ഥതയോടുകൂടി നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവികമായ കാര്യങ്ങളെ നമുക്ക് വേണ്ടി വളച്ചൊടിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അത് തിന്മയാണ്. അല്ലെങ്കിൽ ദൈവികമായ രീതിയിൽ മറ്റു മനുഷ്യരെ, നിഷ്കളങ്കരായ മനുഷ്യരെ, ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരെ ശപിക്കാനും അവരുടെ തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുമായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയൊരു തിന്മയായിട്ട് ദൈവം കണക്കാക്കുന്നു. അതാണ് ബാലാമിൻ്റെ തിന്മ എന്ന് പറയുന്നത്. ഇനി കോറ ആരാണ്? കോറായുടെ തിന്മയിൽ പെടരുത്, കോറായുടെ തിന്മയിൽ നശിക്കരുതെന്നാണ് പറയുന്നത്. അവിടെ ആ വാക്യത്തിൽ ഇങ്ങനെ കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യരുത്, അങ്ങനെയാണ് പറയുന്നത് ആ വാക്യം. എന്താണ് ഈ കോറായുടെ പ്രക്ഷോഭം? മോശയ്ക്കും അഹ്റോനും അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തിനുമൊക്കെ എതിരായിട്ട് കോറ കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് അവർക്കെതിരെ വളരെ ശ്രേഷ്ഠമായ ഒരു ഗോത്രമാണ് റൂബൻ ഗോത്രം. അതിനകത്തു നിന്നും പോലും ആളുകളെ ചേർക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ ആളുകളെ കൂട്ടുപിടിച്ചിട്ട് മോശയ്ക്കെതിരായിട്ട് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് മോശയ്ക്കെതിരായിട്ട് തിരിഞ്ഞിട്ട് ഈ കോറ ഒരു പ്രക്ഷോഭം നയിക്കുക. അതായത് നിങ്ങൾ മാത്രമാണോ പ്രവചിക്കാൻ, നിങ്ങൾ മാത്രമാണോ പുരോഹിതന്മാർ, നിങ്ങൾക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ആരെങ്ങനെ എടുത്തത്, നിങ്ങൾ മാത്രമാണോ നേതാക്കന്മാർ, എല്ലാവരും വിശുദ്ധരാണ്, എല്ലാവർക്കും ദൈവീയ കൃപകളുണ്ട്, ഞങ്ങളും ഇതൊക്കെ ചെയ്യും. നമ്മൾ ചില ഇടവുകളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ചില ഇടവുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ചില വിശ്വാസമില്ലാത്ത മനുഷ്യർ പറയുന്ന കാര്യമുണ്ട്. വിശ്വാസമില്ലാത്ത മനുഷ്യർ പറയും,
നിങ്ങൾ മാത്രം ഇങ്ങനെ നേതാവ് ചമയുന്നത് എന്താണ്? നാളെ ഈ കുപ്പായ ഉരുത്ത, ഈ ലോഹ ഉരുത്ത, നാളത്തെ കുർബാന ഞാൻ ചൊല്ലാം. എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ. അതൊരു അയാളെ തിരുത്താൻ ചെന്നതിൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താണ് അയാളുടെ വിശ്വാസം, എന്താണ് പൗരോഹിത്യത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നത്? പൗരോഹിത്യം എന്താണെന്നാണ് ഒരു ക്രൈസ്തവൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒരു പുരോഹിതൻ പാപിയാണോ വിശുദ്ധനാണോ എന്നത് പൗരോഹിത്യത്തിനുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല. അവനെ പുരോഹിതനായി ദൈവം അവരോധിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ദൈവജനം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ദേവാലയം അതിന് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ഉദാഹരണം. ദേവാലയം അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്, പൊടി പിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് തോന്നിയ അഴുക്കെല്ലാം കൊണ്ട് അങ്ങോട്ട് തട്ടാൻ പറ്റത്തില്ല. നിനക്കൊണ്ട് ചാണകം കൊണ്ട് അവിടെ ഇറക്കി വയ്ക്കാൻ പറ്റത്തില്ല. ദേവാലയമാണ്, അത് പ്രതിഷ്ഠിക്കപ്പെട്ടിടമാണ്. അതിൻ്റെ പൊടി പിടിച്ച് കിടക്കുകയാണ്, അഴുക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിലും ദേവാലയം തന്നെ. അതിൻ്റേതായിട്ടുള്ള അധികാരമുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്, ദൈവികമായൊരു സ്ഥാനമുണ്ട്. അതിനെ നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതിനെതിരായിട്ട് പ്രക്ഷോഭം ഉന്നയിച്ച് കഴിയുമ്പോഴത്തേക്ക് മോശൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറയുന്നുണ്ട്, കോറ നീ ചെയ്യുന്നത് തെറ്റാണ്, ഇത് വലിയ ശാപം വലിച്ചു വയ്ക്കാൻ പോവുകയാണ്, പൗരോഹിത്യത്തിനെതിരെ ദൈവികമായ നേതൃത്വത്തിനെതിരെ നീ തിരിയുകയാണെങ്കിൽ വലിയ തിന്മയാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, വലിയ നാശം സംഭവിക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഭൂമി പിളർന്നൊക്കെ നിൻ്റെ ദൈവം എടുത്തുകൊണ്ട് പോകാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇത് അവസാനം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമുണ്ട്. അത് വളരെ വ്യക്തമായിട്ടും 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവമുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ടും പറയുന്നതാണ്, എന്നാൽ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ ഭൂമി വാ പിളർന്ന് അവരെയും അവർക്കുള്ളവയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ കർത്താവിനെ നിന്ദിച്ചവരിൽ നിന്നും നിങ്ങളറിയും. അങ്ങനെ മോശ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു, ഭൂമി വാ പിളർന്ന് കോറാഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും വിഴുങ്ങിക്കളഞ്ഞു. പിന്നെ കോറായുടെ നാശം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പൗരോഹിത്യത്തിന് അല്ലെങ്കിൽ ദൈവിക ദൈവം കൽപ്പിച്ചു നിൽക്കുന്ന നേതൃത്വത്തിനെതിരായിട്ട് നീങ്ങിയവൻ്റെ നാശം നമുക്ക് ബൈബിളിൽ ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നൊരിടം യഥാർത്ഥത്തിൽ കോറായിലായിരുന്നതാണ്. ഈ 3 തിന്മകളാണ്: കായൻ്റെ തിന്മ, ബാലാമിൻ്റെ തിന്മ, കോറായുടെ തിന്മ. ഇത് ഈ തിന്മയ്ക്കകത്തൊക്കെ നിന്നേച്ചും അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണമെന്നില്ല. നമ്മൾ വീണ്ടും അടുത്ത് നമ്മൾ കാണുന്ന സംഭവം ഇങ്ങനെയാണ്. യൂദായുടെ ലേഖനത്തിനകത്ത് നമ്മൾ ചുരുക്കി വായിച്ചു തീർക്കാം. യൂദായുടെ ലേഖനത്തിനകത്ത് പിന്നെ പറയുന്നൊരു 5 ലക്ഷണങ്ങളുണ്ട്. അവർ പിറുപിറുക്കുന്നവരാണ്. അവരിങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. 2, അവർ അസംതൃപ്തനാണ്. ഒന്നിനകത്തൊരു സംതൃപ്തിയില്ല, എല്ലാത്തിനകത്തും കുറ്റം. 3, അവർ ദുരാശകൾക്കൊത്ത വിധം നടക്കുന്നവരാണ്. ദുരാശകൾ അവരേത് വഴിക്ക് കൊണ്ടുപോകുന്നു ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് തിരിച്ചു വരാനോ വഴിമാറി നടക്കാനോ ദൈവത്തിനൊപ്പം നടക്കാനോ ഒന്നും ശ്രമിക്കുന്ന പോലുമില്ല, ആ വഴിക്കങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അടുത്തത് വമ്പ് പറയുന്നവരാണ്. അവരിങ്ങനെ പൊങ്ങച്ചം പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അതിനേക്കാളും രസകരമായ വസ്തുത, ഫ്രാൻസ് പാപ്പ വത്തിക്കാൻ്റെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ദൈവത്തിന് നിരക്കാത്ത മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ പോലെയാണ്. പിറുപിറുക്കുക, അസംതൃപ്തി, എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. 3, ദുരാശകൾക്കൊത്ത വിധം അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. 4, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുക. 5, കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുക, സോപ്പിടുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, പൊക്കി പറഞ്ഞുകൊണ്ട് കാര്യം നടത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഇടവയിൽ കാണാൻ സാധിക്കും, രൂപതയിൽ കാണാൻ സാധിക്കും, സമർപ്പിത ജീവിതങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും, രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കും, സമൂഹത്തിൽ കാണാൻ സാധിക്കും, തൊഴിലിടങ്ങളിൽ കാണാൻ സാധിക്കും. എല്ലായിടത്തും നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ തിന്മകളിൽ ജീവിക്കുന്ന മനുഷ്യൻ സാത്താൻ അവകാശപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ അടയാളം കാണിക്കുകയാണെന്ന് പറഞ്ഞു തരിക. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക, ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുക. ഇങ്ങനെ ഇതിനകത്തൊക്കെ ഇങ്ങനെ പെട്ടുപോകുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് കരുണ കാണിക്കുക. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ തന്നെ കരുണ കാണിക്കുന്നതെന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. നെഞ്ച് എന്നൊരു വാക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ആ നെഞ്ചിൽ നിന്നുള്ളൊരു കരുണ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുക. എന്നിട്ട് പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, മാംസദാഹത്താൽ കളങ്കിതമായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുക. അവരോട് കരുണ കാണിക്കണം, പക്ഷേ ഒരു ഗ്യാപ്പിട്ട് നിൽക്കുക.
പോയി ആ തിന്മയിൽ കരുണ കാണിക്കാൻ പോയേച്ചു ആ തിന്മയിൽ പോയി പെട്ടുപോയേക്കരുത്. അവരോട് കരുണ കാണിക്കുമ്പോൾ അകന്നു നിന്ന് കരുണ കാണിക്കുക, എന്നാൽ അവരുടെ തിന്മയെ വെറുത്തുപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ ജാഗ്രതയോട് ജീവിക്കാനായിട്ട് ഈ ദിവസം ഇവിടെ ഓർപ്പിക്കുന്നത്. തുടർന്ന് ഒരു ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ബ്ലെസ്സിങ് ഇങ്ങനെയാണ്: വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനും മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് പുസ്തകം, ഈ പുതിയ നിയമ പുസ്തകങ്ങളിലെ ഏറ്റവും സുന്ദരമായൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഡോക്സോളജി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു സ്തുതി, ദൈവസ്തുതിയായിട്ട്, ഏറ്റവും സുന്ദരമായ ദൈവസ്തുതിയായിട്ട് ഈ വാക്യങ്ങളെ, ഈ 24-25 വാക്യങ്ങളെ കണക്കാക്കുന്നതാണ് പറയപ്പെടുന്നത്. ഏറ്റവും സുന്ദരമായൊരു സ്തുതിയുടെ പ്രാർത്ഥനയാണ്. ആ ഒരു ഭാഗം എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കൂടി നമുക്ക് ശ്രമിക്കാം. ഈ 25 വാക്യങ്ങൾ മാത്രമുള്ളൊരു പുസ്തകം ഒന്ന് തിരുനാൾ ദിവസം, ദിവസത്തിൻ്റെ തിരുനാൾ ദിവസം വായിച്ചിട്ട് അതനുസരിച്ചും ജീവിക്കാമെന്ന് ശ്രമിച്ചിട്ട് പിന്നൊന്ന് ചോദിച്ചു നോക്കുക, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരാമോ? തീർച്ചയായിട്ടും നടക്കും. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാത്ത ദിവസത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.